നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കാൻ നിർദ്ദേശം. ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളിലെത്തുന്ന രോഗികളും മാസ്ക് ഉപയോഗിക്കണം. കോവിഡ് കേസുകൾ ഉയരുന്നതിൽ നിതാന്ത ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുചേല ദിനം ബുധനാഴ്ച ആഘോഷിക്കും. അവിൽ നിവേദ്യത്തിനായി വിപുലമായ സൗകര്യങ്ങൾ. വൈകിട്ട് 6:30 ചലച്ചിത്ര താരം ദിവ്യ ഉണ്ണിയുടെയും ശിഷ്യരുടെയും നൃത്താർച്ചന നടക്കും. അധികൃതരുടെ അനാസ്ഥ. കുന്നംകുളം കാണിയാമ്പാൽ റോഡിലെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ടാർ ചെയ്ത റോഡിലെ പൈപ്പാണ് പൊട്ടിയത്. പ്രശ്നപരിഹാരത്തിനായി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. ആഘോഷം തീർത്ത് പരൂർ പടവിൽ നടീൽ ഉത്സവം. ഫണ്ടുകൾ നേടിയെടുത്ത് ഫലപ്രദമായി വിനിയോഗിച്ച് നെല്ലുൽപാദനത്തിനായി കാര്യക്ഷമമായി പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ് പുന്നയൂർകുളം പരൂർ പടവ് കമ്മിറ്റിയെന്ന് NK അക്ബർ MLA. വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കാൻ നിർദ്ദേശം. ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളിലെത്തുന്ന രോഗികളും മാസ്ക് ഉപയോഗിക്കണമെന്നാണ് നിർദ്ദേശം. മാസ്ക് നിർബന്ധമാക്കിയിട്ടില്ലെങ്കിലും മുൻകരുതലായും രോഗവ്യാപനം തടയാനുമാണിതെന്ന് നിർദ്ദേശത്തിൽ പറയുന്നു. കോവിഡ് രോഗവ്യാപനം നിയന്ത്രണ വിധേയമാണെന്ന് ഉന്നതതല യോഗം വിലയിരുത്തി. അനാവശ്യ ഭീതി വേണ്ടെന്നും കടുത്ത നിയന്ത്രണങ്ങളും ആവശ്യമില്ലെന്നും യോഗം വ്യക്തമാക്കി. എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിലാണ് കോവിഡ് കേസുകളിൽ വർധനവുള്ളത്. ഇവിടങ്ങളിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമാണെന്നും യോഗത്തിൽ നിർദ്ദേശമുയർന്നു. ആവശ്യത്തിന് ഐസൊലേഷൻ ICU ബെഡുകൾ ഉറപ്പാക്കണമെന്നും യോഗം നിർദ്ദേശം നൽകി. മരണക്കണക്കിൽ ആശങ്ക വേണ്ടെന്നും യോഗം വ്യക്തമാക്കി. റാൻഡം പരിശോധന നടത്തേണ്ടെന്നും രോഗലക്ഷണങ്ങളുള്ളവരിൽ മാത്രം പരിശോധന നടത്തിയാൽ മതിയെന്നും ഉന്നതതല യോഗം നിർദ്ദേശിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ബുധനാഴ്ച കുചേല ദിനം ആഘോഷിക്കും. കുചേലൻ എന്നറിയപ്പെടുന്ന സുധാമാവ് സതീർത്ഥനായ ഭഗവാൻ ശ്രീകൃഷ്ണനെ അവിൽപ്പൊതിയുമായി ദ്വാരകയിൽ കാണാൻ പോയതിന്റെ സ്മരണയ്ക്കായി ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആഘോഷിക്കുന്നത്. കുചേലന് സദ്ഗതിയുണ്ടായ ദിനമെന്നും ഈ ദിവസം അറിയപ്പെടുന്നു. കുചേല ദിനത്തിൽ അവിൽ നിവേദ്യമാണ് ക്ഷേത്രത്തിലെ പ്രത്യേകത. നാളികേരം, ശർക്കര, നെയ്യ്, ചുക്ക്, ജീരകം എന്നിവയാൽ കുഴച്ച അവിൽ പന്തിരടി പൂജയ്ക്കും അത്താഴപൂജയ്ക്കും ഗുരുവായൂരപ്പന് നേദിക്കും. കൂടാതെ അവിൽ, പഴം, ശർക്കര തുടങ്ങിയവ ഭക്തർക്ക് നേരിട്ട് കൊണ്ടുവന്ന് നിവേദിക്കുന്നതിനുള്ള സംവിധാനവുമുണ്ട്. മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ രാവിലെ മുതൽ കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശന്റെ സ്മരണയ്ക്കായി 30ഓളം ശിഷ്യർ കുചേലവൃത്തം കഥകളി പദങ്ങൾ ആലപിക്കും. വൈകിട്ട് 6:30 ചലച്ചിത്രതാരം ദിവ്യ ഉണ്ണിയുടെയും ശിഷ്യരുടെയും നൃത്താർച്ചനയും ഉണ്ടാകും. രാത്രി ഡോക്ടർ സഭാപതിയുടെ വഴിപാടായി കുചേലവൃത്തം കഥകളിയും അരങ്ങേറും. CCTV ന്യൂസ്, ഗുരുവായൂർ. തിരുത്തിക്കാട് യുവാവിനെ കുത്തി പരിക്കേൽപ്പിച്ചു. തിരുത്തിക്കാട് സ്വദേശി കണ്ടിരുത്തി വീട്ടിൽ 18 വയസ്സുള്ള അർജുനാണ് കുത്തേറ്റത്. പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് 5 മണിയോടെയാണ് തിരുത്തിക്കാട് കണിശ്ശേരി ഗ്രൗണ്ടിന് സമീപത്ത് വെച്ച് ബൈക്കിലെത്തിയ കിഴൂർ സ്വദേശികളായ 2 അംഗ സംഘം യുവാക്കൾക്ക് നേരെ കത്തി വീശിയത്. സംഭവത്തിൽ തിരുത്തിക്കാട് കണ്ടിരുത്തി വീട്ടിൽ 18 വയസ്സുള്ള അർജുനനെ വലതു നെഞ്ചിലും കഴുത്തിനും കൈക്കും പരിക്കേറ്റു. പരിക്കേറ്റ യുവാവിനെ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യാതൊരു പ്രകോപനവും കൂടാതെയാണ് അക്രമം നടത്തിയതെന്ന് ലഹരിക്ക് അടിമകളായ കിഴൂർ സ്വദേശികളായ യുവാക്കളാണ് ആക്രമിച്ചതെന്നും അർജുൻ പറഞ്ഞു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് വൃത്തി ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ഹരിതമിത്രം ബയോ കമ്പോസ്റ്റ് ജൈവവളം വിതരണത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ നിർവഹിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൊടുമ്പിൽ മുരളി മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് UK മണിക്ക് നൽകി ആദ്യ വിതരണം നടത്തി. 2023-24 ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം വിതരണം ചെയ്ത ബിന്നിൽ നിന്നും ശേഖരിച്ച ജൈവവളം ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ പ്രോസസ് ചെയ്ത് പാക്കിംഗ് ചെയ്താണ് വിതരണം നടത്തുന്നത്. ജൈവമാലിന്യ സംസ്കരണ രംഗത്ത് പുതിയ ചുവടുവെപ്പിനാണ് എരുമപ്പെട്ടി പഞ്ചായത്ത് തുടക്കം കുറിച്ചത്. പരിശീലനം ലഭിച്ച 6 ഹരിതകർമ്മ സേനാംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ജൈവവള നിർമ്മാണം നടത്തുന്നത്. പുതിയ വർഷത്തിൽ പദ്ധതി വിപുലമാക്കുമെന്ന് പ്രസിഡന്റ് അറിയിച്ചു. അധികൃതരുടെ അനാസ്ഥ. കുന്നംകുളം കാണിയാമ്പാൽ റോഡിലെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ടാർ ചെയ്ത റോഡിലെ പൈപ്പാണ് പൊട്ടിയത്. ജല അതോറിറ്റി ഉൾപ്പെടെയുള്ളവയുടെ നിർമ്മാണ പ്രവൃത്തികളെ തുടർന്ന് കാലങ്ങളേറെയായി സഞ്ചാരയോഗ്യമല്ലാതായി കിടന്നിരുന്ന റോഡ് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു ടാർ ചെയ്തത്. കാണിയാമ്പാൽ റോഡിൽ പല ഭാഗങ്ങളിലും പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അതേസമയം ജല അതോറിറ്റിയുടെ നിർമ്മാണ പ്രവർത്തനത്തിലെ വീഴ്ചയാണ് പൈപ്പ് പൊട്ടാനുള്ള കാരണമെന്നും ആരോപണമുണ്ട്. ജല അതോറിറ്റി അധികൃതരെ വിവരം അറിയിച്ചിട്ടും നടപടിയെടുക്കുന്നില്ലെന്നും നാട്ടുകാർ പരാതി പറയുന്നു. ആനയ്ക്കൽ, ഗുരുവായൂർ ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാവുന്നതും ദിനംപ്രതി വലുതും ചെറുതുമായ വാഹനങ്ങൾ കടന്നുപോകുന്നതുമായ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തിരക്കുള്ള റോഡുകളിലൊന്നാണ് കുന്നംകുളം കാണിയാമ്പാൽ റോഡ്.
പൈപ്പിന്റെ അറ്റകുറ്റപ്പണികൾക്കായി റോഡ് പൊളിക്കേണ്ടി വന്നാൽ ഇവിടെ യാത്ര വീണ്ടും ദുസ്സഹമാകും. CCTV ന്യൂസ്, കുന്നംകുളം. എരുമപ്പെട്ടി തിച്ചൂരിൽ ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ച് വീട് കത്തിനശിച്ചു. നെല്ലിക്കുന്ന് കോളനിയിൽ പുത്തൻ പീടികയിൽ റുക്കിയയും സഹോദരൻ അബ്ബാസും കുടുംബവും താമസിക്കുന്ന ഷീറ്റുമേഞ്ഞ വീടാണ് പൂർണ്ണമായും കത്തിനശിച്ചത്. ഇന്ന് ഉച്ചതിരിഞ്ഞ് 4 മണിയോടുകൂടിയായിരുന്നു തീപിടുത്തമുണ്ടായത്. സംഭവ സമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല. വീടിന്റെ മുറിയിൽ ഉപയോഗിക്കാതെ വെച്ചിരുന്ന പാചകവാത സിലിണ്ടറിനാണ് തീപിടിച്ചത്. ഗ്യാസ് ചോർച്ച ഉണ്ടായതാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. തീ ആളിപ്പടർന്ന് വീടിന്റെ മേൽക്കൂരയും വാതിലുകളും പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളും പൂർണ്ണമായും കത്തിനശിച്ചു. ഈ വീടിന് തൊട്ടടുത്ത് തന്നെ ഇവരുടെ തറവാട് വീടുണ്ട്. തീപിടിച്ച സിലിണ്ടർ പൊട്ടിത്തെറിക്കാതിരുന്നതും അടുക്കളയിൽ ഉപയോഗിച്ചിരുന്ന സിലിണ്ടറിനെ തീപിടിക്കാതിരുന്നതും വലിയ അപകടം ഒഴിവാക്കി. വലിയ ശബ്ദവും പുകയും കണ്ട് ഓടിക്കൂടിയ നാട്ടുകാർ വടക്കാഞ്ചേരി ഫയർഫോഴ്സിനെ വിവരം അറിയിച്ചു. തുടർന്ന് സ്ഥലത്തെത്തിയ സ്റ്റേഷൻ ഓഫീസർ TK നിതീഷ്, അസിസ്റ്റന്റ് ഓഫീസർ T അനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ തീയണയ്ക്കുകയും സിലിണ്ടറുകൾ വീടിന് പുറത്തെടുത്ത് വെള്ളമൊഴിച്ച് തണുപ്പിക്കുകയും ചെയ്തു. എരുമപ്പെട്ടി SI K അനുദാസ് നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. അബ്ബാസിന്റെ വീട് നിർമ്മാണം നടക്കുന്നതിനാൽ ഇയാളുടെ ഭാര്യ സക്കീന, മക്കളായ അസ്ലം, അനസ്, അഫ്സൽ എന്നിവർ റുക്കിയയുടെ ഉടമസ്ഥതയിലുള്ള ഈ വീട്ടിലാണ് താമസിച്ചിരുന്നത്. സംഭവ സമയത്ത് വീട്ടിൽ ആളില്ലാതിരുന്നതിനാൽ വൻ ദുരന്തം ഒഴിവായി. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കുനമുച്ചി പീപ്പിൾസ് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്ക് CPIM പാനൽ തെരഞ്ഞെടുക്കപ്പെട്ടു. 13-അംഗ ഭരണസമിതിയിലേക്കാണ് CPIM പ്രതിനിധികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. UM ഗോപകുമാർ, CJ ജിതിൻ, KL ജോജുമോൻ, CL ജോസഫ്, PC റിതീഷ്, PS രാജു, KA ഷിനാസ്, PA സജി എന്നിവർ ജനറൽ വിഭാഗത്തിലും ഷീബ ശിവരാമൻ, സബിത ഉണ്ണികൃഷ്ണൻ, P സുമതി എന്നിവർ വനിതാ വിഭാഗത്തിലും A ജയകൃഷ്ണൻ നിക്ഷേപക വിഭാഗത്തിലും CA ഗോപി പട്ടികജാതി വിഭാഗത്തിലും തെരഞ്ഞെടുക്കപ്പെട്ടു. 7.5 പതിറ്റാണ്ട് പിന്നിട്ട സഹകരണ സംഘം CPIM ഭരണസമിതികളാണ് നയിച്ചിരുന്നത്. ചൊവ്വല്ലൂർ, കരിയന്നൂർ, കണ്ടാണിശ്ശേരി, അരിയന്നൂർ, പയ്യൂർ, കൂനമുച്ചി, തായങ്കാവ്, വെട്ടുകാട്, ചിറപ്പറമ്പ്, ചോട്ടിലപ്പാറ, തൂവാനൂർ, പാറന്നൂർ തുടങ്ങിയ മേഖലകളാണ് ബാങ്കിന്റെ പ്രവർത്തന പരിധിയിൽ വരുന്നത്. കൂനമുച്ചിയിലെ ഹെഡ് ഓഫീസിനു പുറമെ ചൂണ്ടൽ, ചൊവ്വല്ലൂർ, തൂവാനൂർ എന്നിവിടങ്ങളിൽ ബ്രാഞ്ച് പ്രവർത്തിക്കുന്നുണ്ട്. 6000-ഓളം അംഗങ്ങളുള്ള സംഘത്തിന് 105 കോടിയിൽ പരം രൂപയുടെ പ്രവർത്തന മൂലധന ശേഖരമാണുള്ളത്. തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ വരണാധികാരി, സഹകരണ വകുപ്പ് സോഷ്യൽ സെയിൽ ഓഫീസർ ജീൻസി ജോസിന്റെ അധ്യക്ഷതയിൽ ബുധനാഴ്ച യോഗം ചേർന്ന പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കും. CCTV ന്യൂസ്, കേച്ചേരി. കുന്നംകുളം നഗരസഭ 14-ാം പഞ്ചവത്സര പദ്ധതിയുടെ ഭാഗമായി 2024-25 വാർഷിക പദ്ധതി രൂപീകരണവും വർക്കിംഗ് ഗ്രൂപ്പ് യോഗവും സംഘടിപ്പിച്ചു. ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച യോഗത്തിൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ അധ്യക്ഷയായി. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM സുരേഷ്, സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ്, PK ഷബീർ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ V മനോജ് കുമാർ, കൗൺസിലർമാർ, നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നടത്തിയ ഗ്രൂപ്പ് ചർച്ചകൾക്കൊടുവിൽ ക്രോഡീകരണവും നടത്തി. ഗുരുവായൂർ നഗരസഭ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് കെട്ടിടം പൊളിച്ചു നീക്കുന്നതിന് മുന്നോടിയായി വ്യാപാരികൾ ഒഴിയുന്നതിനുള്ള സമയപരിധി നാളെ അവസാനിക്കും. ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ 9 വ്യാപാരികളെയാണ് നഗരസഭ ഒഴിപ്പിക്കുന്നത്. ഇവർക്ക് നഗരസഭയുടെ മഞ്ജുളൽ ഷോപ്പിംഗ് കോംപ്ലക്സിന് അഭിമുഖമായി സ്ഥലം നൽകിയിട്ടുണ്ട്. ഈ സ്ഥലത്ത് വ്യാപാരികൾ സ്വന്തം ചെലവിൽ കടമുറി പണിതിട്ടുണ്ട്. വ്യാപാരികൾ ഇങ്ങോട്ട് മാറി തുടങ്ങി. ഈ മാസം 20-ന് മുമ്പ് വ്യാപാരികൾ പൂർണ്ണമായും ഒഴിയണമെന്നാണ് നഗരസഭ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നഗരസഭ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും വ്യാപാരികൾ ഒഴിയാൻ തയ്യാറായിരുന്നില്ല. ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള സ്ട്രീറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണത്തിനായി ഈ ഭാഗത്തെ വ്യാപാരികളെ നേരത്തെ ഒഴിപ്പിച്ചിരുന്നു. 1 വർഷമായിട്ടും ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം തുടങ്ങിയിട്ടില്ല. ഈ സാഹചര്യത്തിൽ കടമുറി ഒഴിവായാൽ വർഷങ്ങളോളം കാത്തിരിക്കേണ്ടി വരുമെന്ന ആശങ്കയിലാണ് വ്യാപാരികൾ ഒഴിയാതിരുന്നത്. ഇതേ തുടർന്ന് നഗരസഭ വ്യാപാരികളുടെ യോഗം വിളിച്ചു ചേർത്ത് ഒഴിയാൻ കർശന നിർദ്ദേശം നൽകുകയായിരുന്നു. ബലക്ഷയം സംഭവിച്ച കെട്ടിടം പൊളിച്ചുമാറ്റണമെന്ന് RDO ഉത്തരവുണ്ട്. ഈ സാഹചര്യത്തിൽ വ്യാപാരികൾ സ്വമേധയാ ഒഴിവാകാൻ തയ്യാറാവുകയായിരുന്നു. പഴയ കെട്ടിടം പൊളിച്ചുമാറ്റി ബഹുനില കെട്ടിടമാണ് നഗരസഭ നിർമ്മിക്കുന്നത്. ഇതിനായി 18 കോടി രൂപ ജില്ലാ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുക്കാനാണ് തീരുമാനം. കെട്ടിടം പൊളിക്കുന്നത് സംബന്ധിച്ചോ നിർമ്മാണം സംബന്ധിച്ചോ ഇതുവരെ അന്തിമ തീരുമാനമായിട്ടില്ല. CCTV ന്യൂസ്, ഗുരുവായൂർ. കുചേല ദിനത്തോടനുബന്ധിച്ച് പുരാണ പാരായണ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരാറുള്ള നാരായണീയോത്സവത്തിന് ഗുരുവായൂരിൽ തുടക്കമായി.
ബ്രാഹ്മണ സമൂഹം ഓഡിറ്റോറിയത്തിൽ 2 ദിവസങ്ങളിലായി നടക്കുന്ന നാരായണീയോത്സവം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ ഉദ്ഘാടനം ചെയ്തു. സമിതി പ്രസിഡന്റ് ശാന്ത P. നായർ അധ്യക്ഷയായി. ക്ഷേത്രസന്നിധിയിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയിൽ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി അംഗം C. മനോജ് ശ്രീകൃഷ്ണ വിഗ്രഹത്തിൽ മാല ചാർത്തി. കേരളീയ നൃത്ത നാട്യ പുരസ്കാരം ലഭിച്ച TP അരവിന്ദ പിഷാരടിയെ ആദരിച്ചു. ചീഫ് കോർഡിനേറ്റർ സജീവൻ നമ്പ്യത്ത്, VK കേശവദാസ്, മോഹിനി ചിറ്റണ്ട, പെരുമ്പാവൂർ കുഞ്ഞമ്മ, സുമ ഉദയകുമാർ, PK കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഭരതനാട്യം, കുച്ചുപ്പുടി, ഗാനാലാപനം, തിരുവാതിരക്കളി തുടങ്ങിയവയും അരങ്ങേറി. കുന്നംകുളം ഭദ്രാസനത്തിന് പുതിയ 2 കോർ എപ്പിസ്കോപ്പമാർ. പഴഞ്ഞി സെന്റ് മേരീസ് കത്തീഡ്രലിലായിരുന്നു സ്ഥാനാരോഹണ ചടങ്ങുകൾ. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കുന്നംകുളം ഭദ്രാസനത്തിലെ സീനിയർ വൈദികരായ ഫാദർ ജോൺ ഉറുമ്പിൽ, ഫാദർ ജോസഫ് തോലത്ത് എന്നിവരെ കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്തയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ കോർ എപ്പിസ്കോപ്പ സ്ഥാനത്തേക്ക് ഉയർത്തി. കുന്നംകുളം ഭദ്രാസനാധിപനായി ചുമതലയേറ്റ ശേഷം ആദ്യമായി ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത നടത്തുന്ന കോർ എപ്പിസ്കോപ്പ സ്ഥാനാരോഹണമായിരുന്നു ഇത്. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ പ്രഭാത നമസ്കാരത്തോടുകൂടിയാണ് ശുശ്രൂഷകൾക്ക് തുടക്കമായത്. വിശുദ്ധ കുർബാനയ്ക്ക് മധ്യേ കോർ എപ്പിസ്കോപ്പ സ്ഥാനാരോഹണ ശുശ്രൂഷ നടന്നു. തുടർന്ന് അനുമോദന സമ്മേളനം നടത്തി. 30 വർഷത്തിനു ശേഷമാണ് പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയം കോർ എപ്പിസ്കോപ്പ സ്ഥാനാരോഹണത്തിന് വേദിയാകുന്നത്. 1993 അന്നത്തെ കുന്നംകുളം ഭദ്രാസന മെത്രാപ്പൊലീത്ത പൗലോസ് മാർ മിലിത്തിയോസ് മെത്രാപ്പൊലീത്ത ഫാദർ KC ജോസഫ് കശീശയ്ക്കാണ് കോർ എപ്പിസ്കോപ്പ സ്ഥാനം നൽകിയത്. കുന്നംകുളം ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ, ഇടവക വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, ഭദ്രാസനത്തിലെ നിരവധി വൈദികർ തുടങ്ങിയവർ സഹകാർമ്മികരായി. ചടങ്ങുകൾക്ക് ഇടവക ട്രസ്റ്റി സന്തോഷ് CJ, സെക്രട്ടറി സലിൻ C. സൈമൺ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്. കുചേലദിന വിളംബരമായി ഗുരുവായൂർ പുരാതന നായർ തറവാട്ട് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അവിൽപ്പൊതി സമർപ്പണം നടത്തി. മഞ്ചുലാൽ തറയിലെ കുചേല പ്രതിമ വലം വെച്ച് നാമജപ ഘോഷയാത്രയായി കിഴക്കേനടയിലെ ദീപസ്തംഭത്തിന് മുന്നിലെത്തി ഗുരുവായൂരപ്പന് നാമജപ പ്രാർത്ഥനയോടെ ദേവസമർപ്പണ കർമ്മം നിർവഹിച്ചു. ദേവസ്വം ഭരണസമിതി അംഗം C. മനോജ് കൂട്ടായ്മ ഭാരവാഹികളിൽ നിന്നും അവിൽപ്പൊതികൾ ഏറ്റുവാങ്ങി. ഭാരവാഹികളായ KT ശിവരാമൻ നായർ, അനിൽ കല്ലാറ്റ്, രവി ചങ്കത്ത്, ശ്രീധരൻ മാമ്പുഴ, ജയറാം ആലക്കൽ, ബാലൻ വാർനാട്ട്, ശശി കേനാടത്ത്, രവി വട്ടരങ്ങത്ത്, മുരളി അകമ്പടി, V. ബാലകൃഷ്ണൻ നായർ, PK മേനോൻ, മുരളി മുള്ളത്ത്, രാധാ ശിവരാമൻ, ഉദയം ശ്രീധരൻ, സരള മുള്ളത്ത്, കാർത്തിക കോമത്ത്, നിർമ്മല നായകത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം CSI സെന്റ് പോൾസ് ദേവാലയത്തിലെ ഈ വർഷത്തെ ക്രിസ്മസ് നൈറ്റ് ആഘോഷം നടന്നു. ഇടവക ഗായക സംഘം, ജൂനിയർ ഗായക സംഘം, വിമൻസ് ഫെലോഷിപ്പ് എന്നിവർ ഗാനങ്ങൾ ആലപിച്ചു. റവറൻ PG തോംസൺ സന്ദേശം നൽകി. റവറൻ ഷിബുമോൻ CK ആരാധനയ്ക്ക് നേതൃത്വം നൽകി. ഈ വർഷത്തെ ക്രിസ്മസ് ഗിഫ്റ്റ് ആൻസൺ വിവിന് റവറൻ PG തോംസൺ സമ്മാനിച്ചു. പള്ളി കമ്മിറ്റി സെക്രട്ടറി അബ്രഹാം ലിങ്കൺ, ട്രഷറർ സജി ജോസഫ്, കമ്മിറ്റി അംഗങ്ങളായ റിച്ചാർഡ്സൺ ജേക്കബ്, VG ജോസഫ്, സിമിലി ജെഡ്സൺ, തോമസ് ചാക്കോ, ഓർഗനിസ്റ്റ് ആൻഡ് കൊയർ മാസ്റ്റർ ബെന്നി അബ്രഹാം എന്നിവർ നേതൃത്വം നൽകി. കൊയർ ലീഡർ PJ മാത്യു സ്വാഗതവും കൊയർ സെക്രട്ടറി ജോയൽ ജോസഫ് നന്ദിയും പറഞ്ഞു. വീടുകളിലേക്കുള്ള കരോൾ റൗണ്ട്സിനും തുടക്കമായി. ഡിസംബർ 25 രാവിലെ 5 മണിക്ക് ക്രിസ്മസ് ആരാധന നടക്കും. കേച്ചേരി അല്ലമീൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ നാഷണൽ സർവീസ് സ്കീം വളണ്ടിയർമാർ ഒരുക്കിയ ചെറുധാന്യങ്ങളുടെ കൃഷിയുടെ ജില്ലാതല വിളവെടുപ്പ് നടന്നു. ചൂണ്ടൽ കൃഷി ഓഫീസർ P. റിജിത്ത് റാഗിയുടെയും വടക്കാഞ്ചേരി ക്ലസ്റ്റർ കൺവീനർ ശ്രീകല മണിച്ചോളത്തിന്റെയും വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ചു. അന്താരാഷ്ട്ര മില്ലറ്റ്സ് വർഷമായി ആചരിക്കുന്നതിന്റെ ഭാഗമായാണ് സ്കൂളാങ്കണത്തിൽ NSS വളണ്ടിയേഴ്സ് മില്ലറ്റ്സ് കൃഷി ആരംഭിച്ചത്. പഴയകാലത്തെ പോഷകസമ്പന്നമായ നല്ല കൃഷിരീതികൾ പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുകയുമാണ് വളണ്ടിയർമാരും അധ്യാപകരും ലക്ഷ്യമിട്ടത്. പലതവണ മികച്ച കർഷകനായി തെരഞ്ഞെടുക്കപ്പെട്ട മാതൃകാ കർഷകനായ ദിലീപ് കുമാർ വളണ്ടിയേഴ്സിന് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിരുന്നു. PTA പ്രസിഡന്റ് PA സാദിഖ് ചടങ്ങിൽ അധ്യക്ഷനായി.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെനറ്റ് അംഗവും NSS കുന്നംകുളം ക്ലസ്റ്റർ കൺവീനറുമായ ലിൻഡോ വടക്കൻ പദ്ധതി വിശദീകരണം നടത്തി. സ്കൂൾ മാനേജർ മൊയ്തുട്ടി ഹാജി, മാനേജർ കറസ്പോണ്ടന്റ് അബ്ദുറഹ്മാൻ ഹാജി, പ്രിൻസിപ്പാൾ സുജ ഫ്രാൻസിസ്, MIC കേച്ചേരി യൂണിറ്റ് സെക്രട്ടറി KM ഷർഫുദ്ദീൻ, പ്രധാനാധ്യാപിക KA സുമി റോസ്, സ്റ്റാഫ് സെക്രട്ടറി K രാഹുൽ ബാബു, ജോയിന്റ് സ്റ്റാഫ് സെക്രട്ടറി ഡോക്ടർ CM ബിജു, NSS മുൻ പ്രോഗ്രാം ഓഫീസർമാരായ VK ഷിജോ, PM റയ്യാനത്ത്, പ്രോഗ്രാം ഓഫീസർ S ഷാനി എന്നിവർ സംസാരിച്ചു. മില്ലറ്റ്സ് കൃഷിക്ക് വോളണ്ടിയർ കോർഡിനേറ്റർമാരായ MS ഷാഹിദ്, അമീൻ അസ്ലം, ഫർഹാൻ, വളണ്ടിയർ ലീഡർമാരായ നജ്വ സിറാജ്, മുഹമ്മദ് അസ്ലം, അമീൻ അസ്ലം, ആയിഷ ഹംദ എന്നിവർ മില്ലറ്റ്സ് കൃഷിക്ക് നേതൃത്വം നൽകി. 100ഓളം വരുന്ന വളണ്ടിയർമാരുടെ പരിപാലനത്തിലാണ് കൃഷിയിടം പരിപാലിച്ചത്. അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യത്തിലാണ് ചെറുധാന്യങ്ങളുടെ വിളവെടുപ്പ് നടന്നത്. CCTV ന്യൂസ് കേച്ചേരി. കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷൻ IT വിംഗ് നടത്തിയ അന്താരാഷ്ട്ര അറബിക് ഭാഷാ ദിനാചരണത്തിന്റെ ഭാഗമായി അധ്യാപകർക്കായി നടത്തിയ സംസ്ഥാനതല മെഗാ ടാലന്റ് ഹണ്ട് ക്വിസിൽ മന്ദലാംകുന്ന് ഗവൺമെന്റ് ഫിഷറീസ് UP സ്കൂളിലെ അറബിക് അധ്യാപകൻ ഡോക്ടർ അനീസ് ഹുദവി ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി. 17 ഞായറാഴ്ച കണ്ണൂർ താവക്കര യൂണിറ്റി ഹാളിൽ വെച്ചായിരുന്നു സംസ്ഥാനതല മെഗാ ടാലന്റ് ഹണ്ട് ക്വിസ് നടത്തിയത്. ഉപജില്ലാ തലത്തിലും ജില്ലാ തലത്തിലും മികച്ച പ്രകടനം കാഴ്ചവെച്ച് സംസ്ഥാന തലത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട 28 അധ്യാപകർക്കിടയിൽ നിന്നുമാണ് അനീസ് ഒന്നാം സ്ഥാനം നേടിയത്. പുന്നയൂർ അവ്യൂർ സ്വദേശിയായ ഡോക്ടർ അനീസ് ഹുദവി കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ബിരുദവും അറബിക് സാഹിത്യത്തിൽ ഡോക്ടറേറ്റും, ചെമ്മാട് ദാറുൽഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇസ്ലാമിക് കർമ്മശാസ്ത്രത്തിൽ ബിരുദാനന്തര ബിരുദവും, മഹാത്മാഗാന്ധി സർവകലാശാലയിൽ നിന്നും 2ാം റാങ്കോടെ അറബിക് സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദവും നേടിയിട്ടുണ്ട്. പുന്നയൂർ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ചേതന സാംസ്കാരിക ഉത്സവം ഡിസംബർ 20 മുതൽ 31 വരെ പഞ്ചവടി ബീച്ചിൽ നടത്തുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 20 ബുധനാഴ്ച വൈകിട്ട് 3 മണിക്ക് സാംസ്കാരിക ഘോഷയാത്ര എടക്കഴൂർ പഞ്ചവടി സെന്ററിൽ നിന്നും ആരംഭിക്കും. വൈകിട്ട് 7 മണിക്ക് ചേതന സാംസ്കാരിക നഗരിയിൽ ബീറ്റ്സ് ഓഫ് തൃശൂർ അവതരിപ്പിക്കുന്ന ഗാനമേളയും ഉണ്ടായിരിക്കും. 21 വൈകിട്ട് 7 മണിക്ക് പാട്ടരങ്ങ് വയോജന സംഗമവും മന്ദലാംകുന്ന് ബീച്ച് ബീറ്റ്സ് അവതരിപ്പിക്കുന്ന മുട്ടിപ്പാട്ടും ന്യൂ ബ്രദേഴ്സ് ക്ലബ് പഞ്ചവടിയുടെ ലൈവ് ആർട്ട് പ്രോഗ്രാമും ഉണ്ടായിരിക്കും. 23 ശനിയാഴ്ച യുവസംഗമം പരിപാടിയിൽ ആയോധന കലാ പ്രദർശനവും 24 ഞായറാഴ്ച ബാലസംഘം പരിപാടിയിൽ ഫ്ലവേഴ്സ് കോമഡി ഉത്സവം ഫെയിം പ്രതിജ്ഞൻ ആൻഡ് ടീംസ് ഒരുക്കുന്ന മ്യൂസിക്കൽ മാജിക് നൈറ്റും ഉണ്ടായിരിക്കും. 25 തിങ്കളാഴ്ച രാഗതീരം പരിപാടിയിൽ ദിൽക്കി ആവാസ് അവതരിപ്പിക്കുന്ന സുപ്രസിദ്ധ പിന്നണി ഗായകൻ കാദർ ഷാ ആൻഡ് സൂര്യ നയിക്കുന്ന മ്യൂസിക് നൈറ്റും, 26 ഗസൽ രാവ്, 28 വ്യാഴാഴ്ച ഇശൽ സന്ധ്യയിൽ KL75 മ്യൂസിക് ബാൻഡ് അവതരിപ്പിക്കുന്ന ഇശൽ സൽക്കാരം, ഒപ്പന, സൂഫി ഡാൻസ്, മാപ്പിളപ്പാട്ട് എന്നിവയുമുണ്ടാകും. ഡിസംബർ 29 വെള്ളിയാഴ്ച സാംസ്കാരിക സമ്മേളനവും പ്രാദേശിക തനത് കലാ ആവിഷ്കരണത്തിൽ വിവിധ ക്ലാസിക് നൃത്തങ്ങൾ എന്നിവയും നടത്തും. 30 തദ്ദേശകം വനിതാ സംഗമം, പഞ്ചായത്ത് ഭരണസമിതി 3ാം വാർഷികാഘോഷവും വികസന സെമിനാർ, പ്രാദേശിക തനത് കലാപ്രദർശനത്തിൽ കാളകളി, സംഘനൃത്തം, ഒപ്പന, നാടൻകളി, കൈക്കൊട്ടിക്കളി, സിനിമാറ്റിക് ഡാൻസ് എന്നിവയും അരങ്ങേറും. ഡിസംബർ 31 ഞായറാഴ്ച മെഗാ ഷോ എന്നിവയ്ക്ക് ശേഷം സമാപന സമ്മേളനവും ബീച്ച് 11 പഞ്ചവടി ആൻഡ് ഷാസ് പഞ്ചവടി അവതരിപ്പിക്കുന്ന കടലിൽ വർണ്ണമഴയും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് സുഹറ ബക്കർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷമീം അഷ്റഫ് എന്നിവർ പങ്കെടുത്തു. കലാപരിപാടികളും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. കുടുംബശ്രീ ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങളുടെ വിപണന മേളകളുണ്ട്. അതിൻ്റെ ഫുഡ് ഫെസ്റ്റ് ഉൾപ്പെടെയുള്ള കുടുംബശ്രീയുടെ പരിപാടികളുണ്ട്. കാർണിവൽ അങ്ങനെയുള്ള സംവിധാനങ്ങളുണ്ട്. ഈ നിലയിൽ 11 ദിവസം, അതായത് ഡിസംബർ 20 ആരംഭിച്ച് 31 പുതുവർഷത്തോടു കൂടി അവസാനിക്കുന്ന നിലയിലാണ് ഈ പരിപാടി പ്ലാൻ ചെയ്തിട്ടുള്ളത്. CCTV ന്യൂസ് പുന്നയൂർകുളം. എരുമപ്പെട്ടി പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതി രൂപീകരണത്തിന്റെ ഭാഗമായി വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്തലാൽ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ് അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, കൊടുമ്പിൽ മുരളി, ഷീജ സുരേഷ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ KC ഫ്രാൻസിസ് മാസ്റ്റർ, സെക്രട്ടറി KS ജോസ്മോൻ എന്നിവർ സംസാരിച്ചു. കമ്പ്യൂട്ടർ ഗെയിമുകൾക്ക് പകരമായി റുബിക്സ് പരിശീലനവുമായി NCC കേഡറ്റുകൾ. വിദ്യാർത്ഥികളിലെ പഠന സമയങ്ങളിൽ ഭൂരിഭാഗവും നഷ്ടപ്പെടുത്തുന്ന കമ്പ്യൂട്ടർ ഗെയിമുകളെ നിയന്ത്രിക്കാനും പകരം ഏകാഗ്രതയ്ക്കും ബുദ്ധിശക്തിക്കും ഊന്നൽ നൽകുന്ന റുബിക്സ് പോലെയുള്ള പരിശീലനങ്ങൾ കുട്ടികളിൽ വലിയ മാറ്റങ്ങളാണ് സൃഷ്ടിക്കുന്നത്.
24 കേരള ബറ്റാലിയൻ അസോസിയേറ്റ് NCC ഓഫീസർ മേജർ PJ സ്റ്റൈജു പരിശീലനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കാൻ വേണ്ട പരിശീലനവും സെമിനാറിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് നൽകി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരും ചേർന്ന് പുതിയൊരു പഠന സംസ്കാരം വളർത്തിയെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഇത്തരമൊരു പരിപാടി സംഘടിപ്പിച്ചതെന്ന് NCC യൂണിറ്റ് ഓഫീസർ AP ഗിരീഷ് അറിയിച്ചു. പ്രധാന അധ്യാപിക ലാലി T. ആന്റണി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സുബേദാർ കുൽദീപ് സിംഗ്, അധ്യാപകരായ VM ഹനീഫ എന്നിവർ സംസാരിച്ചു. കേഡറ്റുകളായ MN നാജിഹ്, SS അഭിജിത്ത്, SS അഭിനന്ദ എന്നിവർ തുടർ പരിശീലനത്തിന് നേതൃത്വം നൽകും. വിശ്രമവേളകളെ ഉചിതമായി ഉപയോഗിക്കാൻ വിദ്യാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് NCCയുടെ 75ാം ജന്മദിനാഘോഷത്തോടനുബന്ധിച്ച് ഇത്തരം പ്രവർത്തനങ്ങളുമായി NCC കേഡറ്റുകൾ രംഗത്തെത്തിയത്. വരും ദിവസങ്ങളിൽ വിദ്യാലയത്തിലെ മുഴുവൻ കുട്ടികൾക്കും റുബിക്സ് പരിശീലനം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് NCC കേഡറ്റുകൾ. CCTV ന്യൂസ് കേച്ചേരി. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തും സാമൂഹ്യ സുരക്ഷാ മിഷനും സംയുക്തമായി അദാലത്ത് സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാർക്കുള്ള തിരിച്ചറിയൽ കാർഡ്, UDIDയുമായി ബന്ധപ്പെട്ട പരാതികൾ എന്നിവ പരിഹരിക്കുന്നതിനായി പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷനുമായി ചേർന്ന് പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ അദാലത്ത് സംഘടിപ്പിച്ചത്. 400ഓളം പരാതികളാണ് അദാലത്തിൽ ലഭിച്ചത്. പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് E. സിന്ധു, ബ്ലോക്ക് മെമ്പർ P. അജയൻ എന്നിവർ സംബന്ധിച്ചു. ചില അപാകതകൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പാണ് ഇവിടെ സംഘടിപ്പിച്ചത്. വിളിയങ്കോട്, മാറഞ്ചേരി, പെരുമ്പടപ്പ്, നന്നമുക്ക്, ആലങ്കോട് ഗ്രാമപഞ്ചായത്തുകളിൽ നിന്നായി ഈ കാർഡിന് അപേക്ഷിച്ച 260-ലധികം വരുന്ന ആളുകളുടെ കാർഡുകളിലെ നിലവിലുള്ള അപാകതകൾ പരിഹരിച്ചുകൊണ്ട് ഈ അദാലത്തിലൂടെ അവർക്ക് കാർഡ് ലഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി സാമൂഹ്യ സുരക്ഷാ മിഷന് സാധിച്ചിട്ടുണ്ട്. ഒരു നാടിന്റെ പ്രാർത്ഥനകളും പ്രതീക്ഷകളും വിഫലമായി. കരൾ രോഗം ബാധിച്ച ചികിത്സയിലായിരുന്ന ഇയാൾ മുല്ലപ്പള്ളി ഉദയകുമാർ വിട പറഞ്ഞു. 55 വയസ്സായിരുന്നു. കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്കായി ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നതിനിടെ കഴിഞ്ഞ ദിവസം വൈകിട്ടോടെയായിരുന്നു അന്ത്യം. ഉദയകുമാറിന്റെ ചികിത്സയ്ക്കാവശ്യമായ സാമ്പത്തികം കണ്ടെത്താൻ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ നാടൊന്നാകെ കൈകോർത്ത് പ്രവർത്തിച്ചാണ് തുക സമാഹരിച്ചത്. ഉദയകുമാറിന്റെ രോഗാവസ്ഥയെക്കുറിച്ചും കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചും CCTV വാർത്ത നൽകിയിരുന്നു. കഴിഞ്ഞ നവംബർ 5-നായിരുന്നു ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കുമായി ഉദയകുമാർ ചെന്നൈയിലേക്ക് തിരിച്ചത്. 2018-ൽ മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സ തേടിയപ്പോഴാണ് കരൾ രോഗം ബാധിച്ച വിവരം അറിയുന്നത്. തുടർന്ന് വിവിധയിടങ്ങളിൽ ചികിത്സ തേടിയെങ്കിലും രോഗം ഗുരുതരമാവുകയായിരുന്നു. ശാരീരികാവസ്ഥ മോശം സ്ഥിതിയിലായതോടെ അടിയന്തര ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർ നിർദ്ദേശിച്ചു. ഉദയകുമാറിന്റെ കുടുംബത്തിന്റെ ദുരിതാവസ്ഥ മനസ്സിലാക്കി നാടൊന്നിച്ച് കൈകോർത്ത് ചികിത്സാ സഹായനിധി സ്വരൂപിച്ചുവെങ്കിലും എല്ലാം വിഫലമാവുകയായിരുന്നു. കരൾ മാറ്റിവെക്കുന്നതിനുള്ള ചികിത്സയിൽ കഴിയുന്നതിനിടെ ആരോഗ്യസ്ഥിതി മോശമായതിനെ തുടർന്നായിരുന്നു അന്ത്യം. മൃതദേഹം ചെന്നൈയിൽ നിന്ന് നാട്ടിലെത്തിച്ച ശേഷം ബുധനാഴ്ച രാവിലെ 10 മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തും. ഷിജി ഭാര്യയും സിദ്ധാർത്ഥ് മകനുമാണ്. CCTV ന്യൂസ് കേച്ചേരി. പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ 4 ദിവസത്തിനുള്ളിലായി നടന്നുവന്നിരുന്ന 63ാമത് ബൈബിൾ കൺവെൻഷൻ സമാപിച്ചു. സമാപന ദിവസമായ ഞായറാഴ്ച ഫാദർ സുനിൽ മാത്യു അട്ടപ്പാടി അനുഗ്രഹ പ്രഭാഷണം നടത്തി. പള്ളി ഹാളിൽ നടന്ന കൺവെൻഷനിൽ ഇടവകയിലെ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. വികാരി ഫാദർ ജോൺ ഐസക്, സഹവികാരി ഫാദർ ആന്റണി പൗലോസ്, ഫാദർ ജോസഫ് തോലത്ത് എന്നിവരുടെയും ബൈബിൾ ക്ലാസ് അംഗങ്ങൾ തുടങ്ങിയവരുടെയും നേതൃത്വത്തിലാണ് കൺവെൻഷൻ നടന്നത്. കേരള ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി കുന്നംകുളം നഗരത്തിൽ DYFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം DYFI ജില്ലാ കമ്മിറ്റി അംഗവും കുന്നംകുളം ഈസ്റ്റ് ബ്ലോക്ക് സെക്രട്ടറിയുമായ KA സൈഫുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ വേണ്ടി സെനറ്റിൽ RSSുകാരെ കുത്തിത്തിരികിയ ചാൻസലറായ ഗവർണർക്കെതിരെ വിദ്യാർത്ഥികൾ അതിശക്തമായ പോരാട്ടം തുടരുമെന്ന് സൈഫുദ്ദീൻ പറഞ്ഞു. കുന്നംകുളം ഈസ്റ്റ്, സൗത്ത് മേഖലാ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിലാണ് പ്രവർത്തകർ ചാൻസലറുടെ കോലം കത്തിച്ചത്. സൗത്ത് മേഖലാ സെക്രട്ടറി AJ ഷൈജിത്ത് അധ്യക്ഷത വഹിച്ച പ്രതിഷേധത്തിന് ഈസ്റ്റ് മേഖലാ സെക്രട്ടറി KR രജീഷ് സ്വാഗതം പറഞ്ഞു. UAEയിലെ കുന്നംകുളം നിവാസികളുടെ സാംസ്കാരിക സംഘടന സമത കുന്നംകുളം 13ാം വാർഷികാഘോഷം വർണ്ണാഭമായി. ദുബായ് അൽ ഖുസൈസിലെ ക്രസന്റ് ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന വാർഷികാഘോഷം മുൻ മന്ത്രിയും തവനൂർ MLAയുമായ ഡോക്ടർ KT ജലീൽ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ സ്ഥാപകൻ ഫാദർ ഡേവിസ് ചിറമ്മൽ മുഖ്യാതിഥിയായി. ലോക കേരള സഭാ അംഗം കുഞ്ഞഹമ്മദ്, ഷാർജ ഇന്ത്യൻ ജനറൽ സെക്രട്ടറി ശ്രീപ്രകാശ്, ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ മാനേജിംഗ് കമ്മിറ്റി അംഗം താലിബ് അഗതിയൂർ, ഓർമ്മ ദുബായ് പ്രസിഡന്റ് ഷിജു ബഷീർ, മാസ് ഷാർജ പ്രസിഡന്റ് വാഹിദ് നാട്ടിക,
സമത കുന്നംകുളം സെക്രട്ടറി ഫൈസൽ കോട്ടൂൽ, പ്രസിഡന്റ് ജിജോഷ്, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ കെ ഷാജൻ എന്നിവർ സംസാരിച്ചു. തിരുവാതിരക്കളി, ഒപ്പന, സിനിമാറ്റിക് ഡാൻസ്, വനിതാ ശിങ്കാരിമേളം, ക്ലാസിക്കൽ ഡാൻസ്, ഫ്യൂഷൻ ഡാൻസ്, കളരിപ്പയറ്റ് എന്നിവയ്ക്ക് പുറമെ കുന്നംകുളത്തെ സാംസ്കാരികവും പൗരാണികവുമായ പ്രത്യേകതകളെ ഉൾക്കൊള്ളുന്ന വീഡിയോ പ്രദർശനവും നടന്നു. തുടർന്ന് ക്രിസ്മസ് പാപ്പയും കാവടിയും തെയ്യവും കാളയും പഞ്ചാരിമേളത്തോടുകൂടി ഘോഷയാത്രയുമുണ്ടായി. കുന്നംകുളത്തെ ഉത്സവപ്പറമ്പുകളെ അക്ഷരാർത്ഥത്തിൽ ദുബായിലേക്ക് പറിച്ചുനട്ട പ്രതീതി സൃഷ്ടിച്ച് പൊടിപൊടിച്ച പൂരക്കച്ചവടവും നെറ്റിപ്പട്ടമേറ്റിയ കൊമ്പനും നിറഞ്ഞുനിന്ന ആഘോഷരാവിൽ കേരളത്തിൽ തരംഗമായി മാറിയ ആൽമരം മ്യൂസിക് ബാൻഡ് സംഘടിപ്പിച്ച സംഗീത വിരുന്നുമുണ്ടായി. വാർഷികാഘോഷത്തിന് സമത ഭാരവാഹികൾ നേതൃത്വം നൽകി. ന്യൂസ് ഡെസ്ക് CCTV. സംഘീയ ചാൻസലർ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യമുയർത്തി വിദ്യാഭ്യാസ മേഖലയിൽ സംഘപരിവാർ അജണ്ട നടപ്പിലാക്കുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനിനെതിരെ ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗവർണറുടെ കോലം കത്തിച്ച് പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. പ്രകടനത്തിന് ശേഷം നടന്ന പൊതുയോഗം CPIM കേച്ചേരി ലോക്കൽ സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഡിവൈഎഫ്ഐ കേച്ചേരി മേഖലാ പ്രസിഡന്റ് സെക്രട്ടറി MB സുജിത് അധ്യക്ഷനായി. മേഖലാ സെക്രട്ടറി സച്ചിൻ പ്രകാശ്, മേഖലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ PK അജാസ്, PR രാഹുൽ, ഫഹദ് മുസ്തഫ, ദീപ സുജിത്ത് എന്നിവർ നേതൃത്വം നൽകി. കുന്നംകുളം ഭദ്രാസനത്തിലെ സൺഡേ സ്കൂൾ അധ്യാപകരുടെ സമ്മേളനം ഭദ്രാസനാധിപൻ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പൊലീത്ത ആർത്താറ്റ് അരമന ചാപ്പലിൽ ഉദ്ഘാടനം ചെയ്തു. ഭദ്രാസന സെക്രട്ടറി ഫാദർ ജോസഫ് ചെറുവത്തൂർ അധ്യക്ഷനായിരുന്നു. മെർലിൻ ടി മാത്യു ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ഫാദർ മാത്യൂസ് K ബർസൗമ, ബദനി സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OAC, ഫാദർ ഗീവർഗീസ് KP, ഫാദർ യാക്കോബ് OAC, ഫാദർ വർഗീസ് ലാൽ, മാനേജിംഗ് കമ്മിറ്റി മെമ്പർ മത്തായി, ജാസ്മിൻ, ഡോണി തുടങ്ങിയവർ സംസാരിച്ചു. ഭദ്രാസന സൺഡേ സ്കൂൾ ഡയറക്ടർ KC ലോഫ്സൺ സ്വാഗതവും സെക്രട്ടറി സ്റ്റീഫൻ പുലിക്കോട്ടിൽ നന്ദിയും പറഞ്ഞു. 43 സൺഡേ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകർ സമ്മേളനത്തിൽ സംബന്ധിച്ചു. കുന്നംകുളം നഗരസഭയിലെ 37 വാർഡുകളിലെയും വീടുകൾ ഒഴികെയുള്ളവയുടെ ഡിജിറ്റലൈസേഷൻ തയ്യാറാക്കിയതിന്റെ ആദ്യഘട്ട അസറ്റ് മാപ്പിംഗ് അവതരണം നഗരസഭ കോൺഫറൻസ് ഹാളിൽ നടന്നു. തിരുവനന്തപുരം കാരക്കുളം ഗ്രാമീണ പഠന കേന്ദ്രം 4 മാസമെടുത്താണ് കൗൺസിലർമാരിൽ നിന്നും വിവരം ശേഖരിച്ച് അസറ്റ് മാപ്പിംഗ് തയ്യാറാക്കിയത്. നഗരസഭയുടെ വാർഡ് തിരിച്ചുള്ള അതിർത്തി നിർണയം, നദികൾ, റോഡ്, വിട്ടുകിട്ടിയ സ്ഥാപനങ്ങൾ, പൊതുകിണറുകൾ, കുളങ്ങൾ, തെരുവുവിളക്കുകൾ, അങ്കണവാടികൾ തുടങ്ങിയവയുടെ വിവരങ്ങളാണ് ഡിജിറ്റലായി സജ്ജീകരിച്ചത്. തയ്യാറാക്കിയ വിവരങ്ങളിൽ നഗരസഭാ സെക്രട്ടറിക്ക് തിരുത്താനുള്ള ഓപ്ഷനുമുണ്ട്. സൈറ്റിലേക്ക് സന്ദർശിക്കാൻ സെക്രട്ടറിക്ക് പാസ്വേഡ് ഉണ്ട്. ഇതനുസരിച്ച് നിലവിൽ തയ്യാറാക്കിയിട്ടുള്ള അസറ്റ് മാപ്പിംഗിന്റെ വിവരങ്ങളിൽ ഉള്ള അപാകതകൾ പരിഹരിച്ച് വിവരങ്ങൾ അപ്ഡേറ്റ് ആക്കാൻ സാധിക്കും. എന്നാൽ ലോഗിൻ കൂടാതെ ഗസ്റ്റ് ഓപ്ഷനിലൂടെ സൈറ്റ് സന്ദർശിക്കാനാകും. നിലവിൽ തൃശൂർ ജില്ലയിൽ കൊടുങ്ങല്ലൂർ, ചാവക്കാട് എന്നിവിടങ്ങളിൽ അസറ്റ് മാപ്പിംഗ് മുഴുവനായും തയ്യാറായിട്ടുണ്ട്. ഡ്രോണിന്റെ സഹായത്തോടെ വീടുകൾ, കെട്ടിടങ്ങൾ, സ്ഥലങ്ങൾ എന്നിവ കണ്ടുപിടിക്കുന്ന മാപ്പിംഗിന്റെ അടുത്തഘട്ട പ്രവർത്തനങ്ങൾ കുന്നംകുളം നഗരസഭയിൽ ഉടൻ ആരംഭിക്കും. ഗ്രാമീണ പഠന കേന്ദ്രം കോർഡിനേറ്റർ സുകേഷ് സോമൻ, ഫാസിൽ എന്നിവർ ചേർന്നാണ് അസറ്റ് മാപ്പിംഗ് അവതരണം നടത്തിയത്. CCTV ന്യൂസ് കുന്നംകുളം. കടങ്ങോട് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ സൗരോർജ്ജ പാനൽ സ്ഥാപിച്ചു. ജനകീയാസൂത്രണ പദ്ധതിയിൽ 9 ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത്. 15,000 രൂപയോളം വൈദ്യുതി ചാർജ് വന്നിരുന്നത് 3,000 രൂപയിലേക്ക് കുറയ്ക്കാൻ ഇതുമൂലം സാധിക്കും. സൊസൈറ്റി നിയമപ്രകാരം കേരള സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണാവകാശമുള്ള അനർട്ടാണ് പദ്ധതി നടപ്പിലാക്കിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ TP ലോറൻസ്, രമണി രാജൻ, രമ്യ ഷാജി, അംഗങ്ങളായ KR സിമി, ടെസി ഫ്രാൻസിസ്, ജോളി തോമസ്, കുടുംബാരോഗ്യ കേന്ദ്രം ഡോക്ടർ ബിനോ ജോർജ് എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പാൽ അയ്യപ്പ സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ദേശവിളക്ക് ഭക്തിസാന്ദ്രമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്കും ഗണപതി ഹോമത്തിനും ശേഷം വിളക്കുപന്തലിലേക്ക് എഴുന്നള്ളിച്ചു. തുടർന്ന് 11 മുതൽ പ്രത്യേകം തയ്യാറാക്കിയ ഊട്ടുപുരയിൽ നടന്ന അന്നദാനത്തിൽ ജാതിമത ഭേദമന്യേ ആയിരങ്ങൾ പങ്കെടുത്തു. വൈകിട്ട് ചിറയങ്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. മരത്തങ്കോട് ജ്യോതിപ്രകാശ് മകൻ ആൻഡ് പാർട്ടിയുടെ ഉടുക്കുപാട്ടോടെ പാലക്കൊമ്പ് എഴുന്നള്ളിപ്പിന് താലമേന്തിയ 100 കണക്കിന് മാളികപ്പുറങ്ങൾ, ഗജവീരന്മാർ, പഞ്ചവാദ്യം എന്നിവ അകമ്പടിയായി. എഴുന്നള്ളിപ്പ് വിളക്കുപന്തലിൽ സമാപിച്ചതിനുശേഷം അന്നദാനം, ഉടുക്കുപാട്ട്, പാൽക്കുടം എഴുന്നള്ളിപ്പ്, തിരിയൊഴിച്ചിൽ, കനലാട്ടം, വെട്ടുംതട എന്നിവയ്ക്ക് ശേഷം ഗുരുതി തർപ്പണത്തോടെ ദേശവിളക്കിന് സമാപനമായി. കാട്ടകമ്പാൽ ക്ഷേത്രസന്നിധിയിൽ നടക്കുന്ന ദേശവിളക്ക് ആഘോഷത്തിന് അയ്യപ്പ സേവാ സമിതി പ്രസിഡന്റ് ചന്ദ്രശേഖരൻ T, സെക്രട്ടറി സുധീപ് KB, ഗജാൻജി, മനോജ് കുമാർ KM തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പെരുമ്പിലാവ്.
പെരുമ്പിലാവ് മാർ ഒസ്താത്യോസ് ട്രെയിനിംഗ് കോളേജിലെ ലയം 2023 സഹവാസ ക്യാമ്പിന് തുടക്കമായി. 4 ദിവസം നീണ്ടു നിൽക്കുന്ന സഹവാസ ക്യാമ്പിന്റെ ഉദ്ഘാടനം അൻസ ട്രെയിനിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മഹമ്മൂദ് ഷിഹാബ് നിർവഹിച്ചു. മാർ ഒസ്താത്യോസ് ഗ്രൂപ്പിന്റെ മാനേജർ അഡ്വക്കേറ്റ് ചാക്കോ ജോർജ് മനക്കൽ അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ ഡോക്ടർ ലിംസി ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. PTA വൈസ് പ്രസിഡന്റ് അഖിൽ MA, യൂണിയൻ ചെയർമാൻ അജിത്ത്, UUC അംഗങ്ങളായ അഞ്ജലി K, T മുബഷിറ, ഫിസിക്കൽ സയൻസ് അസിസ്റ്റന്റ് പ്രൊഫസർ ശില്പ ചുങ്കത്ത് എന്നിവർ സംസാരിച്ചു. അധ്യാപകനായ രവി KK സ്വാഗതവും ചെയർമാൻ അജിത്ത് P നന്ദിയും പറഞ്ഞു. കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ നടപടികളെ ചോദ്യം ചെയ്ത് SFIയുടെ വിദ്യാർത്ഥി സമരത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുന്ന സംഘി ചാൻസലർ ഗോ ബാക്ക് എന്ന മുദ്രാവാക്യമുയർത്തി DYFI വെള്ളാറ്റഞ്ഞൂർ മേഖലാ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി. SFI വടക്കാഞ്ചേരി ഏരിയ സെക്രട്ടറിയും DYFI ബ്ലോക്ക് കമ്മിറ്റി അംഗവുമായ AR അജയ്രാജ് ഉദ്ഘാടനം ചെയ്തു. DYFI വെള്ളാറ്റഞ്ഞൂർ മേഖലാ പ്രസിഡന്റ് നിജിൽ അധ്യക്ഷത വഹിച്ചു. DYFI വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി അംഗവും മേഖലാ വൈസ് പ്രസിഡന്റുമായ ആര്യമുരളി സ്വാഗതവും മേഖലാ ട്രഷറർ രാകേഷ് KR നന്ദിയും പറഞ്ഞു. ഫണ്ടുകൾ നേടിയെടുത്ത് ഫലപ്രദമായി വിനിയോഗിച്ച് നെല്ല് ഉൽപാദനത്തിനായി കാര്യക്ഷമമായി പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ് പുന്നൂർക്കുളം പരൂർ പടവ് കമ്മിറ്റിയെന്ന് NK അക്ബർ MLA അഭിപ്രായപ്പെട്ടു. പരൂർ പടവിലെ നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. ഇതിന്റെ ഫണ്ട് പ്രവർത്തനങ്ങൾ RKIയിലും മറ്റുമൊക്കെ ആയിട്ട് നമുക്ക് കൂടുതൽ ഫണ്ടുകളെല്ലാം നമുക്ക് ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതെല്ലാം ഫലപ്രദമായി ഉപയോഗിക്കുന്ന പടവ് കമ്മിറ്റിയാണ് പരൂരിലുള്ള കോൾ കൃഷി പടവ് കമ്മിറ്റിയെന്ന് പ്രത്യേകം പറയാണ്. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഈ നവകേരള സദസ്സ് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് ആരെ പങ്കെടുപ്പിക്കണമെന്ന് ഒരു നിർദ്ദേശം കളക്ടർ ഭാഗത്ത് നിന്ന് വന്നപ്പോൾ ഞാൻ യാതൊരു സംശയവും കൂടാതെ പറഞ്ഞത് ഈ പ്രദേശത്തെ പടവ് കമ്മിറ്റിയാണ്. ആ പടവ് കമ്മിറ്റിയുടെ ഭാരവാഹികൾ ആ നവകേരള സദസ്സിൽ പങ്കെടുക്കുകയും ഉണ്ടായി എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുകയാണ്. പരൂർ പടവ് ചുള്ളിക്കാരൻകുന്ന് പരിസരത്താണ് നടീൽ ഉത്സവം നടത്തിയത്. കൃഷിഭവനിൽ നിന്ന് ലഭിച്ച വിത്ത് ഉപയോഗിച്ചാണ് 1000-ഓളം ഏക്കർ വരുന്ന പടവിൽ ഈ വർഷം കൃഷിയിറക്കുന്നത്. ഏറ്റവും ലാഭകരമായ നടീൽ യന്ത്രം ഉപയോഗിച്ച് പലയിടങ്ങളിലും കൃഷി നടത്തുമ്പോൾ ഇതിൽ നിന്നെല്ലാം വേറിട്ട തനതായ ശൈലിയിലാണ് ഇവിടെ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടീൽ ഉത്സവം നടത്തിയത്. ഉമാവിത്താണ് കൃഷിക്കായി ഉപയോഗിക്കുന്നത്. പുന്നേർക്കുളം പഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീറിന്റെ അധ്യക്ഷതയിൽ MLA NK അക്ബർ നടീൽ ഉത്സവം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ മുഖ്യാതിഥിയായി. വാർഡ് മെമ്പർ ദേവകി ശ്രീധരൻ, പടവ് കമ്മിറ്റി പ്രസിഡന്റ് കുന്നംകാട്ടയിൽ അബൂബക്കർ, AT അബ്ദുൾ ജബ്ബാർ, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രവി, ഹസൻ തളികശ്ശേരി, ഷുക്കൂർ കോറോത്തയിൽ, മുജീബ് ചമ്മന്നൂർ, ജയൻ കാണംകോട്ട്, KV കുഞ്ഞുമൊയ്തു, ഷംസു പുന്നേർക്കുളം, ഷംസുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു. CCTV ന്യൂസ് പുന്നേർക്കുളം. ഭരണഘടനാ തത്വങ്ങൾ അട്ടിമറിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത നിയമനിർമ്മാണ സഭയുടെ തീരുമാനങ്ങളെ അംഗീകരിക്കാത്ത സംഘി ചാൻസലർ ക്വിറ്റ് കേരള എന്ന മുദ്രാവാക്യമുയർത്തി DYFI പന്നിത്തട മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. യോഗം CPM പന്നിത്തടം ലോക്കൽ സെക്രട്ടറി ഫ്രാൻസിസ് കൊളന്നൂർ ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ഗവർണറുടെ കോലം കത്തിച്ചു. വടക്കാഞ്ചേരി ബ്ലോക്ക് കമ്മിറ്റി അംഗം KV ഗിൽസൺ, ലോക്കൽ കമ്മിറ്റി അംഗം V ശങ്കരനാരായണൻ, മേഖലാ പ്രസിഡന്റ് ആഷിഫ് അഹമ്മദ്, മേഖലാ ട്രഷറർ KV വിനോഷ് എന്നിവർ സംസാരിച്ചു. വേലൂർ എന്ന നാടിന്റെ സമഗ്രമായ പഠനം കൂടിയാണ് CF ജോൺ ജോഫി മാസ്റ്റർ എഴുതിയ ദേശപ്പാന എന്ന പുസ്തകമെന്ന് എഴുത്തുകാരി KV സുമംഗല. പൂക്കാസ സംഘടിപ്പിച്ച പുസ്തക ചർച്ചയിൽ പങ്കെടുക്കുകയായിരുന്നു അവർ. വേലൂർ എന്ന ദേശത്തിന്റെ ആളും അകവും ഊടുവഴികളും ഓരോ അണുവും വായുവും ജലവുമൊക്കെ അറിഞ്ഞിട്ടുള്ള ഒരു സമഗ്ര പഠനം കൂടിയാണ് CF ജോൺ ജോഫി മാസ്റ്റർ എഴുതിയ ദേശപ്പാന എന്ന ഗ്രന്ഥം. ദേശപ്പാനയിലെ പല കഥാപാത്രങ്ങളായും പല വിന്യാസങ്ങളായും പല പല അംഗങ്ങളായും നിലനിൽക്കുന്ന ഒരുപാട് പേരുടെ സംഗമം കൂടിയാണെന്നും സുമംഗല പറഞ്ഞു. വേലൂർ എന്ന ഒരു സമഗ്രമായ ഒരു പഠനം, വേലൂർ എന്ന ദേശത്തിൻ്റെ ആളും അർത്ഥവും ഊടുവഴികളും ഓരോ അണുവും ഓരോ വായുവും ജലവും ഒക്കെ അറിഞ്ഞിട്ടുള്ള ഒരു സമഗ്ര പഠനം കൂടിയാണ് ജോഫി മാസ്റ്ററുടെ പുസ്തകം. ഇതിൽ പല കഥാപാത്രങ്ങളായും പല വിന്യാസങ്ങളായും പല പല അംശങ്ങളായി നിലനിൽക്കുന്ന ഒരുപാട് പേരുടെ ഒരു സംഗമം കൂടിയാണ്. ചടങ്ങ് വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി ഉദ്ഘാടനം ചെയ്തു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ MN വിനയകുമാർ അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ റോയ് മാത്യു മോഡറേറ്ററായി. മാടമ്പ് സൂര്യൻ മാസ്റ്റർ, ഡോക്ടർ D ഷീല, സിസ്റ്റർ ഡാനി C ഫ്രാൻസിസ്, KP സലീന, ലിസി കോര, ഫാദർ ഡോക്ടർ സണ്ണി ജോസ്, ഡോക്ടർ KG വിശ്വനാഥൻ, T വർഗീസ്, മഹേന്ദർ I തുടങ്ങിയവർ സംസാരിച്ചു. സുരേഷ് പുതുക്കുളങ്ങര സ്വാഗതവും നോവലിസ്റ്റ് ഡോക്ടർ CF ജോൺ ജോഫി നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് വേലൂർ.
ഗുരുവായൂരിൽ മുള്ളൻപന്നിയെ വാഹനമിടിച്ച് ചത്ത നിലയിൽ കണ്ടെത്തി. പുത്തമ്പള്ളി കമ്പനിപ്പടി ബസ് സ്റ്റോപ്പിലാണ് ഇന്ന് രാവിലെ മുള്ളൻപന്നിയെ ചത്ത നിലയിൽ കണ്ടത്. ശരീരത്തിലൂടെ ചക്രം കയറി ഇറങ്ങിയ നിലയിലായിരുന്നു. റോഡ് മുറിച്ചു കടക്കുന്നതിനിടയിൽ വാഹനം ഇടിച്ചതാകാമെന്ന് കരുതുന്നു. അനിമൽ റെസ്ക്യൂ വാച്ചർ PH അഷ്റഫിന്റെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി ഫോറസ്റ്റ് ഓഫീസർമാർ സ്ഥലത്തെത്തി ജഡം കൊണ്ടുപോയി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വനത്തിൽ സംസ്കരിക്കുമെന്ന് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മേഖലയിൽ മുള്ളൻപന്നി ശല്യം രൂക്ഷമാണ്. മമ്മിയൂർ, പുത്തമ്പള്ളി, ബ്രഹ്മകുളം, നെന്മിനി മേഖലകളിൽ മുള്ളൻപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് പതിവാണ്. രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില ഗണ്യമായി കുറഞ്ഞ സാഹചര്യത്തിൽ പൊതുമേഖലാ എണ്ണ കമ്പനികൾ ആനുപാതികമായി പെട്രോൾ, ഡീസൽ വില കുറയ്ക്കണമെന്ന് മലബാർ ഡെവലപ്മെന്റ് കൗൺസിൽ രക്ഷാധികാരി ഡോക്ടർ AV അനൂപ്, പ്രസിഡന്റ് ഷെവ്ലിയാർ C ചാക്കുണ്ണി എന്നിവർ ബന്ധപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചു. വിമാന ഇന്ധനത്തിന്റെ ATF വില കുറച്ചാൽ അമിത വിമാന നിരക്കിൽ നിന്നും ഒരു പരിധിവരെ ദേശീയ, അന്തർദേശീയ വിമാനയാത്രക്കാർക്ക് ഏറെ ഉപകാരപ്രദമാകുമെന്ന് ചൂണ്ടിക്കാട്ടി യോഗം എത്രയും വേഗം ഇന്ധനവില കുറയ്ക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൊതുമേഖലാ എണ്ണ കമ്പനികളിൽ സമ്മർദ്ദം ചെലുത്തണമെന്നും MDC അഭ്യർത്ഥിച്ചു. ഇപ്പോൾ അമേരിക്കൻ വിപണിയിൽ ക്രൂഡ് ഓയിലിന് ബാരലിന് $72 താഴെയും പശ്ചിമേഷ്യയിൽ $70 താഴെയുമായിട്ട് വിലയുള്ളത്. ഇതിന് ആനുപാതികമായിട്ടുള്ള വില കുറയ്ക്കാൻ എണ്ണ കമ്പനികൾ തയ്യാറാകണം. അതോടൊപ്പം തന്നെ എണ്ണ കമ്പനി ക്രൂഡ് ഓയിൽ വില കുറച്ച് കഴിഞ്ഞാൽ വിമാന സർവീസിന് ചെലവ് 40% ഇന്ധനത്തിനാണ്. വിമാന ഓപ്പറേഷൻ 40% ചെലവ് വരുന്നത് ഇന്ധനത്തിന്. അതിനനുസരിച്ച് ആനുപാതികമായ വിമാന നിരക്ക് കുറയ്ക്കാനും ബന്ധപ്പെട്ടവർ തയ്യാറാകണം. ഇത് പ്രത്യേകിച്ച് ഈ ആഘോഷ അവധികളിൽ ഈ അമിതമായ വിമാന നിരക്കിന് ഒരു ആശ്വാസകരമാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി സംസ്ഥാന സർക്കാരുകളെല്ലാം ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള പഴഞ്ഞി മോർ ഏലിയാസ് കുടുംബ യൂണിറ്റിന്റെ ക്രിസ്മസ് കരോൾ വർണ്ണാഭമായി. ആഘോഷം ഇടവക വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ ഉദ്ഘാടനം ചെയ്തു. സന്ദേശവും നൽകി. കുടുംബ യൂണിറ്റ് അംഗങ്ങളുടെ വീടുകളിലെത്തി കരോൾ സംഘം ക്രിസ്മസ് ഗാനങ്ങൾ ആലപിച്ചു. സാന്താക്ലോസ് മധുര വിതരണം നടത്തി. വൈസ് പ്രസിഡന്റ് ജോസ് വറദു അരിമ്പൂർ, സെക്രട്ടറി മണി ജോയ് ചെറുവത്തൂർ, ജോയിന്റ് സെക്രട്ടറി അഞ്ജു സജു ചെറുവത്തൂർ, ട്രഷറർ സണ്ണി ചെറിയാൻ അരിമ്പൂർ എന്നിവർ നേതൃത്വം നൽകി. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 1983-84 SSLC ബാച്ച് പൂർവ്വ വിദ്യാർത്ഥികൾ 40 വർഷത്തിനു ശേഷം ഒത്തുചേർന്നു. സംഗമം പൂർവ്വ വിദ്യാർത്ഥിയും ചാലിശ്ശേരി പഴയ അടക്ക കേന്ദ്രം മുഖ്യ രക്ഷാധികാരിയുമായ ഷിജോയ് തോലത്ത് കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. സജി ചെറുവത്തൂർ, ബേബി മേക്കാട്ടുകുളം, സുലൈമാൻ, രാധാകൃഷ്ണൻ, സിദ്ദിഖ്, ബാലൻ, പ്രഭാകരൻ, രാധിക, ബിന്ദു, റംലത്ത്, ജൈനിയമ്മ എന്നിവർ സംസാരിച്ചു. ന്യൂനപക്ഷ ഉദ്യോഗാർത്ഥികൾക്ക് സൗജന്യ PSC പരിശീലനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു. സംസ്ഥാന ന്യൂനപക്ഷ വകുപ്പിന് കീഴിൽ തൃശൂർ ജില്ലയിലെ കേച്ചേരിയിൽ പ്രവർത്തിച്ചു വരുന്ന മത്സര പരീക്ഷാ പരിശീലന ഉപകേന്ദ്രം കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത് എന്ന സ്ഥാപനത്തിലേക്ക് ജനുവരി 7-ന് ആരംഭിക്കുന്ന പുതിയ 2ാം ശനിയാഴ്ചയും ഞായറാഴ്ചയുമായി നടക്കുന്ന ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ന്യൂനപക്ഷ ഉദ്യോഗാർത്ഥികൾക്കാണ് 6 മാസം ദൈർഘ്യമുള്ള കോഴ്സുകളിലേക്ക് പ്രവേശനം നൽകുന്നത്. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഡിസംബർ 20-നുള്ളിൽ അപേക്ഷ സമർപ്പിക്കണം. അപേക്ഷാ ഫോറത്തിനും വിശദ വിവരങ്ങൾക്കും പരിശീലന കേന്ദ്രവുമായി ബന്ധപ്പെടുക. വിലാസം: കോച്ചിംഗ് സെന്റർ ഫോർ മൈനോറിറ്റി യൂത്ത്, തണൽ ചാരിറ്റബിൾ സൊസൈറ്റി, പട്ടിക്കര, ചിറനെല്ലൂർ PO, തൃശൂർ ജില്ല. ഫോൺ നമ്പർ 9747 52 0181. ഇനി സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 5710 രൂപ, പവന് 45,680 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 80 രൂപ. ചരമം: വേലൂർ അത്താണിക്കൽ പരേതനായ കരുണാകരന്റെ ഭാര്യ ചന്ദ്രിക നിര്യാതയായി. സംസ്കാരം ബുധനാഴ്ച രാവിലെ 9:30 നടക്കും. സിന്ധു, സുധീർ, മധു എന്നിവർ മക്കളാണ്. ആളൂർ ചാലയ്ക്കൽ ലോനപ്പൻ വർഗീസ് നിര്യാതനായി. 76 വയസ്സായിരുന്നു. സംസ്കാരം മറ്റം ആളൂർ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ സെമിത്തേരിയിൽ നടന്നു. ഷീബ, പരേതയായ ഷീജ, ഷീന, ജോഷി എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ആശുപത്രികളിൽ മാസ്ക് ഉപയോഗിക്കാൻ നിർദ്ദേശം. ആരോഗ്യ പ്രവർത്തകരും ആശുപത്രികളിലെത്തുന്ന രോഗികളും മാസ്ക് ഉപയോഗിക്കണം. കോവിഡ് കേസുകൾ ഉയരുന്നതിൽ നിതാന്ത ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം. ഗുരുവായൂർ ക്ഷേത്രത്തിൽ കുചേല ദിനം ബുധനാഴ്ച ആഘോഷിക്കും. അവിൽ നിവേദ്യത്തിനായി വിപുലമായ സൗകര്യങ്ങൾ.
വൈകിട്ട് 6:30 ചലച്ചിത്ര താരം ദിവ്യ ഉണ്ണിയുടെയും ശിഷ്യരുടെയും നൃത്താർച്ചന നടക്കും. അധികൃതരുടെ അനാസ്ഥ. കുന്നംകുളം കാണിയാമ്പാൽ റോഡിലെ കുടിവെള്ള പൈപ്പ് പൊട്ടി വെള്ളം പാഴാകുന്നു. ദിവസങ്ങൾക്ക് മുമ്പ് ടാർ ചെയ്ത റോഡിലെ പൈപ്പാണ് പൊട്ടിയത്. പ്രശ്നപരിഹാരത്തിനായി നടപടി സ്വീകരിക്കണമെന്ന് നാട്ടുകാർ. ആഘോഷം തീർത്ത് പരൂർ പടവിൽ നടീൽ ഉത്സവം. ഫണ്ടുകൾ നേടിയെടുത്ത് ഫലപ്രദമായി വിനിയോഗിച്ച് നെല്ലുൽപാദനത്തിനായി കാര്യക്ഷമമായി പ്രവർത്തനം കാഴ്ചവെക്കുന്നവരാണ് പുന്നൂർകുളം പരൂർ പടവ് കമ്മിറ്റിയെന്ന് NK അക്ബർ MLA. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി www.cctvonline.tv സന്ദർശിക്കുക. നമസ്കാരം.